ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ കാറ്റത്തെ കിളിക്കൂടിൻ്റെ നാളത്തെ ഒരു വിശേഷത്തിലോട്ട് സ്വാഗതം കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ കേട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറന്നു പോലും. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്ത് തരണം. അങ്ങനെ നമ്മുടെ നിധിയും സുധീഷും കൂടെ ചേർന്നിട്ട് നമ്മുടെ ജയന്തിയെ ഒന്ന് മീറ്റ് ചെയ്യണം. അതായത് എന്തായാലും അവർ തമ്മിൽ ഇഷ്ടമാണ് എന്നുള്ള രീതി പറഞ്ഞുവെങ്കിലും പേഴ്സണലി ഒന്ന് സംസാരിക്കണം എന്ന രീതിയിൽ ജയന്തിയെ ഒരു റെസ്റ്റോറൻറ്റിലോട്ട് വിളിച്ചു വരുത്തിയിട്ട് നമ്മുടെ സുധീഷും നിധിയും കൂടെ സംസാരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ നിധി ജയന്തി വന്നു. അങ്ങനെ അവർ മൂന്നുപേരും കൂടെ സംസാരിക്കാനായിട്ടൊക്കെ ഇരിക്കുകയാണ്. ആ സമയത്ത് ജയന്തിയോട് നിധി ചോദിച്ചു, അതെ ഞങ്ങളുടെ സുഭാഷ് ഏട്ടൻ്റെ കാര്യം ഒന്ന് സംസാരിക്കാനായിട്ടൊക്കെയാണ് വന്നത്. അതെ ഞങ്ങളുടെ വീട്ടിൽ ഞാനും എൻ്റെ ഏട്ടനും പിന്നെ 2 അനുജന്മാരും അച്ഛനും പിന്നെ നിധി ഇത്രയും പേരാണ് താമസിക്കുന്നത്. നിധി ഒരു പെൺകുട്ടി മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയുള്ളൊരു സ്ഥലത്ത് ജയന്തിക്ക് നിങ്ങൾക്ക് വന്ന് താമസിക്കുന്നതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? അപ്പോൾ പറഞ്ഞു, ഞാൻ അതൊന്നും നോക്കിയിട്ടില്ല. ബ്രോക്കർ വന്നു എനിക്ക് വേറൊന്നുമില്ല. എൻ്റെ കല്യാണം എൻ്റെ എക്സ് ഹസ്ബൻഡുമായിട്ട് മുടങ്ങി. അയാൾ എന്നെ ഒരുപാട് ടോർച്ചർ ചെയ്തിട്ടുണ്ട്. അതായത് എനിക്ക് ഡൈവോഴ്സ് തന്നാൽ തന്നെയും നിനക്ക് വേറൊരു ബന്ധം കിട്ടില്ലടി, നീ ഒരുത്തൻ്റെ കൂടെയും കഴിയില്ല, അങ്ങനെയൊക്കെ പറഞ്ഞ് എന്നെ വല്ലാണ്ട് ടോർച്ചർ ചെയ്തു. അപ്പോൾ എനിക്ക് വാശിയായിരുന്നു ഒരു കല്യാണം, ഡൈവോഴ്സ് ആയാൽ അപ്പം തന്നെ ഒരു കല്യാണം കഴിക്കണം. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ നിധിയും സുധീഷും കേട്ടോണ്ടിരിക്കുകയാണ്. അല്ലാണ്ട് ഞാൻ വേറൊന്നും നോക്കിയില്ല. പിന്നെ ബ്രോക്കർ വന്നു, പെട്ടെന്ന് ഈ കല്യാണം കൊണ്ടുവന്നു. എനിക്ക് സുഭാഷിനെ ഇഷ്ടമാണ്, സുഭാഷിനെ എന്നെ ഇഷ്ടമായെന്ന് പറഞ്ഞു, അത്രേ എനിക്കുള്ളൂ എന്നിങ്ങനെ ജയന്തി പറയണേ. അപ്പോൾ നമ്മുടെ നിധി ചോദിച്ചു, അല്ല നമ്മുടെ വീടും കാര്യങ്ങളും സൗകര്യങ്ങളൊക്കെ കണ്ടല്ലോ, അപ്പോൾ നിങ്ങൾക്ക് താമസിക്കുന്നതിന് എന്തെങ്കിലും അസൗകര്യങ്ങളൊക്കെ ഉണ്ടോ? അതോ എല്ലാവരും ഇരിക്കുമ്പോൾ ഇതൊന്നും ചോദിക്കാൻ പറ്റില്ലല്ലോ, അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു കൂടിക്കാഴ്ച വെച്ചതെന്ന് പറഞ്ഞു. അത് മാത്രമല്ല സുഭാഷ് ഏട്ടനെ ശരിക്കും ആയല്ലോ അല്ലേ? അപ്പം ജയന്തി ചോദിച്ചു, അതെന്താ അങ്ങനെ ചോദിക്കുന്നത്, സുഭാഷിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അപ്പം നിധി പറഞ്ഞു, അയ്യോ അങ്ങനെ ചോദിച്ചതല്ല, നിങ്ങൾ ഈ ഒരു അരമണിക്കൂർ എന്തോ സംസാരിച്ച് പെട്ടെന്നൊരു കല്യാണം ഫിക്സ് ചെയ്തപ്പോൾ പേഴ്സണലി നിങ്ങൾ മനസ്സുകൊണ്ടൊന്നും സംസാരിച്ചിട്ടില്ലല്ലോ, അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ചോദിച്ചതാ. അങ്ങനെയൊന്നുമില്ല, എനിക്ക് സുഭാഷിനെ കംഫർട്ടാണ്, അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഈ കല്യാണത്തിന് രണ്ടുപേരും തയ്യാറായെന്നും പറഞ്ഞു. അപ്പോൾ എന്നാൽ കോഫി നിങ്ങൾക്ക് എന്താ കുടിക്കാൻ വേണ്ടിയെന്ന് ജയന്തി ചോദിക്കണം. അപ്പോൾ നിധി കോഫി മതിയെന്ന് പറഞ്ഞു. സുധീഷും അത് തന്നെ പറഞ്ഞു കേട്ടോ. എന്നിട്ട് നിധിയും സുധീഷും പരസ്പരം ഇങ്ങനെ മൂത്ത് നോക്കി കേട്ടോ. പുള്ളിക്കാരി സംസാരിക്കുന്നതിൽ കുഴപ്പമൊന്നുമില്ല, പക്ഷെ ഒരു കാര്യം അവർക്ക് മനസ്സിലായി, വേറൊന്നുമല്ല, പുള്ളിക്കാരത്തിയുടെ ഒരു വാശി, അതായത് പഴയ ഹസ്ബൻഡിന് ഡൈവേഴ്സ് കഴിയുമ്പോൾ അയാൾ കാണിക്കാനായിട്ട് ഒരു വിവാഹം കഴിച്ച് കാണിച്ചു കൊടുക്കുക, ആ ഒരു കാര്യം അയാളുടെ മുന്നിൽ കാണിക്കുക എന്നുള്ളത് മാത്രമാണ് ജയന്തി ഉദ്ദേശിച്ചിരിക്കുന്നത് എന്നുള്ളത് നമ്മുടെ സുധീഷിനും അതുപോലെ നിധിക്കും മനസ്സിലാവണം. അങ്ങനെ ജയന്തി ചായയൊക്കെ കുടിച്ച് അവർ പോവാണ്. അപ്പോൾ നിധിയും സുധീഷും പരസ്പരം പറഞ്ഞു. സുധീഷ് ചോദിച്ചു, നിധിക്ക് സംസാരിച്ചിട്ട് എങ്ങനെയുണ്ട്? കുഴപ്പമൊന്നുമില്ല, പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, അവർക്ക് അവരുടെ ഹസ്ബൻഡിനെ കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു കല്യാണം കഴിക്കുന്ന പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. സുധീഷിന് എങ്ങനെയാണ്? എനിക്കും അതുപോലെയൊക്കെ തന്നെയാണ് ഫീൽ ചെയ്യുന്നത്. ഇത് ശരിയാവുമോ നമ്മുടെ സുഭാഷ് ചേട്ടൻ? ഇങ്ങനെ നിധി ചോദിക്കണേ. എന്തോ എനിക്ക് അത്ര അങ്ങോട്ട് ഓക്കെ അല്ല. പിന്നെ ഇവരുടെ വീട്ടുകാര്യങ്ങളൊന്നും നമ്മൾ തിരക്കിയതും ഇല്ലല്ലോ നിധി. അപ്പോൾ നിധി പറഞ്ഞു, എന്തായാലും അവരുടെ വീടും പരിസരവും നമ്മൾ സാധാരണ ഏത് കല്യാണം വരുമ്പോഴും അങ്ങനെയൊക്കെ അന്വേഷിച്ചിട്ടാണല്ലോ പോണത്, അത് ഇതിലും വേണം, അതുകൊണ്ട് ഉറപ്പായിട്ടും ഇത് അന്വേഷിക്കണമെന്ന് പറയണം. അപ്പോൾ സുധീഷ് പറഞ്ഞു, ഒരാഴ്ച സമയമുണ്ടല്ലോ, എന്തായാലും ഉറപ്പായിട്ട് നിധി നമ്മൾ അന്വേഷിക്കുമെന്ന് പറയുന്നുണ്ട് കേട്ടോ സുധീഷ്. അത് കഴിഞ്ഞിട്ട് അവർ പിന്നെ പോവാണ് കേട്ടോ അവിടെ നിന്ന്. ഈ സമയത്ത് നമ്മുടെ നീതു ഇങ്ങനെ റൂമിലിരിക്കുകയാണ്, കാരണം വഴക്കിട്ടിട്ട് വന്നിരിക്കുകയാണ് ഹരീഷുമായിട്ട്. അന്ന് സെൽഫിഷ് ആണെന്നും പറഞ്ഞ് നീതുവിനെ കുറേ കളിയാക്കിയതാണല്ലോ. അപ്പം നീതുവിന് വല്ലാണ്ട് ഫീൽ ചെയ്തു. അങ്ങനെ നീതു അവൻ വിളിക്കുമെന്ന് നോക്കട്ടെ. അപ്പോഴേക്കും ഹരീഷ് വിളിച്ചു കേട്ടോ, ഒരു കോള് വിളിച്ചു. അപ്പോൾ എടുത്തില്ല. അപ്പോൾ ഹരീഷ് വിചാരിച്ചു, ഇനിയിപ്പോൾ ഉറങ്ങി കാണും, എന്നാൽ പിന്നെ വിളിക്കേണ്ടെന്ന് വിചാരിച്ചു. അപ്പം നീതു ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യാണ്. ഇവനെന്താ വീണ്ടും വിളിക്കാത്തത്? ഹരീഷ് വിളിച്ചില്ല കേട്ടോ. അപ്പോൾ നീതു അങ്ങോട്ട് വിളിച്ചു. അപ്പോൾ ഹരീഷ് ഫോൺ എടുത്തു. നീ ഉറങ്ങിയെന്നാണ് ഞാൻ കരുതിയത്. പിന്നെ ഉറങ്ങിയെന്നോ? നിന്നോട് സംസാരിക്കാണ്ട് ഞാൻ ഇന്നുവരെ ഇത്രയും ദിവസത്തിനിടയിൽ ഉറങ്ങിയിട്ടുണ്ടോ? പിന്നെ എന്താ നിനക്ക് ഇങ്ങനെ ഒരു സംസാരം? അതെ, ഒരിക്കൽ വിളിച്ച് കിട്ടിയില്ലെങ്കിൽ വീണ്ടും വിളിക്കണം. അപ്പോൾ ഹരീഷ് പറഞ്ഞു, നീ ഉറങ്ങിക്കാണുമെന്ന് വിചാരിച്ചു നീതു, അതുകൊണ്ടാന്ന് പറഞ്ഞു. അതെ, ആയിക്കോട്ടെ, നീ എന്തിനാ എന്നോട് വഴക്കിട്ടത്? അപ്പം ഹരീഷ് പറഞ്ഞു, ഞാൻ വഴക്കിട്ടതാണോ? നീ പറഞ്ഞത് നീ ഒന്ന് ആലോചിച്ച്, നിൻ്റെ കാര്യം മാത്രം വെച്ചിട്ടല്ലേ നീ പറഞ്ഞത്. സുഭാഷ് ഏട്ടൻ്റെ ജീവിതം എങ്ങനെ ആയിപ്പോയാലും നിനക്ക് വിഷയമല്ല. നിനക്ക് സുഭാഷ് ഏട്ടൻ ആരെങ്കിലും കല്യാണം കഴിച്ചു തരിക, ഉടനെ തന്നെ നമ്മുടെ കല്യാണം കഴിക്കണം.
സംസാരിക്കണം, അത് മാത്രമേ നിൻ്റെ മനസ്സിലുള്ളൂ, അല്ലാണ്ട് വേറെ ഒരു ഇതും ഇല്ല എന്ന് പറഞ്ഞു കേട്ടോ. ഇത് കേട്ടപ്പോഴത്തേക്കും നീതു പറഞ്ഞു, എന്തൊക്കെയാണെങ്കിലും നീ എന്നെ സെൽഫിഷ് ഉള്ളവളെന്ന് വിളിച്ചില്ലേ, നീ അതുകൊണ്ട് സോറി പറയണം. സോറി ഞാനോ? ഹരീഷ് പറഞ്ഞു, അതെ നീ സോറി പറഞ്ഞേ പറ്റൂ. അപ്പം നീതു ഫോണിൽ സംസാരിക്കണം, നമ്മുടെ അഖിൽ പുറത്ത് നിന്ന് കേൾക്കുന്നുണ്ട് കേട്ടോ. അഖിൽ ഇങ്ങനെ കുറേ നേരമായിട്ട് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം ഇവരെ സംസാരം ഏത് രീതിയിൽ പോകും എന്നുള്ളതൊക്കെ. അപ്പോൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്ന് പറഞ്ഞ് ഇങ്ങനെ അടി ഉണ്ടാക്കിയുള്ള ഒരു സംസാര രീതിയാണ്. ആ സമയത്ത് നമ്മുടെ നീതു ഇങ്ങനെ പറഞ്ഞു, നീ എൻ്റെ അടുത്ത് സോറി പറഞ്ഞല്ലാണ്ട് ഞാൻ നിൻ്റെ കൂടെയുള്ള വഴക്ക് മാറ്റത്തില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ സോറി പറയേണ്ട ഒരു കാര്യം ഇതിലുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല, പിന്നെ നീ എന്നോട് വേണമെങ്കിൽ സോറി പറഞ്ഞു എന്ന് പറഞ്ഞു. അപ്പം നീതു പറഞ്ഞു, അങ്ങനെ ഞാൻ സോറി പറയില്ല, നീ എന്നെ സെൽഫിഷ് ഉള്ളവളെന്ന് വിളിച്ചില്ലേ, അതുകൊണ്ട് ഞാൻ എന്തായാലും പറയില്ല. അങ്ങനെ ഒന്നും രണ്ടും പറഞ്ഞ് രണ്ടുപേരും വഴക്ക് പറഞ്ഞിട്ട് അവസാനം ഹരീഷ് പറഞ്ഞു, അതെ നീ വഴക്കടിക്കാനായിട്ടാണോ നീതു ഈ വിളിച്ചത്? എനിക്ക് പറ്റില്ല, എനിക്ക് അല്ലെങ്കിൽ തന്നെ സമാധാനം ഇല്ലാണ്ട ഞാൻ ഇരിക്കണത്, ആകെ ടെൻഷനാണ്. നീ അതിൻ്റെ ഇടയിൽ ഈ വഴക്കടിക്കാനാണെങ്കിൽ എന്നും ഇത് തന്നെയല്ലോ, നീ എന്നു മുതൽ എൻ്റെ ജീവിതത്തിൽ വന്നോ അപ്പോൾ തൊട്ട് നിനക്ക് ഈ വഴക്കടിക്കാനേ നേരുള്ളൂ. ഓ അപ്പോഴും എനിക്കാണ് കുറ്റം അല്ലേ? ആയിക്കോട്ടെ. അങ്ങനെ നീതു ആവശ്യമില്ലാണ്ട് ഹരീഷിൻ്റെ കൂടെ ഇങ്ങനെ തട്ടിക്കയറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ കോള് കട്ടാക്കി ഹരീഷിൻ്റെ പടം നോക്കി. ഇതേ സമയം നമ്മുടെ നിധിയും സുധീഷും കൂടെ ഒരു സൂപ്പർ മാർക്കറ്റിലൊക്കെ പോവാണ്. കാരണം നിധിക്ക് സാലറി കിട്ടിയപ്പോൾ നിധി അന്ന് തൊട്ട് കരുതിയിരിക്കുന്നതിന് വീട്ടിലേക്ക് കുറച്ച് നല്ല പാത്രങ്ങളും കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കണം എന്നുള്ള രീതിയിൽ അങ്ങനെ നല്ലൊരു സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് ഒരു ട്രോളിയൊക്കെ എടുത്തിട്ട് സാധനങ്ങളൊക്കെ എടുക്കുകയാണ്. അപ്പം സുധീഷ് പെട്ടെന്ന് തന്നെ ഒരു ചോക്ലേറ്റും പിന്നെ എന്താ നൂഡിൽസൊക്കെ എടുത്തിട്ട് ആ ട്രോളിയിലോട്ട് വെക്കുകയാണ് കേട്ടോ. അപ്പം നിധി അടുത്ത് വന്നപ്പോൾ ചോദിച്ചു, അല്ല ഇതൊക്കെ ആർക്കാ? അതെ ഇത് നിധിക്ക് ചോക്ലേറ്റ് ഇഷ്ടമല്ലേ? എനിക്കിഷ്ടമൊന്നുമില്ല, ഇതൊന്നും വേണ്ടാന്നേ എന്ന് പറഞ്ഞപ്പോൾ എന്നാൽ സുധീഷ് പറഞ്ഞു ശരി. അപ്പം നിധി പറഞ്ഞു ഇതൊക്കെ ഇരുന്നിടത്തോണ്ട് വെച്ചേന്ന് പറഞ്ഞു. അങ്ങനെ നിധി വീട്ടിലത്തേക്ക് വേണ്ട ഓരോ സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം സുധീഷ് ഈ ട്രോളിയും കൊണ്ട് അങ്ങോട്ട് പോയി. നിധി തിരിഞ്ഞു നോക്കുമ്പോൾ ആളെ കാണാനില്ല. ദേഷ്യം വന്നിട്ട് പാടില്ല. സുധീഷ് ആ ട്രോളിയും കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ. അപ്പോൾ സുധീഷ് മനസ്സിലോർത്തു, ഓ ചോക്ലേറ്റ് ഒന്നും ഇഷ്ടമില്ല, ആയിക്കോട്ടെ. അപ്പം സുധീഷ് അടുത്തോട്ട് വന്ന് വീണ്ടും, അപ്പം എൻ്റെ പൊന്ന് സുധീഷ് അവിടെ നിൽക്കുക, സാധനങ്ങൾ മേടിക്കുന്നത് എനിക്ക് ട്രോളിയിൽ ഇടണ്ടേ, ട്രോളിയായിട്ട് എൻ്റെ പുറകെ വാന്ന് പറയും. എന്നാൽ ശരിയെന്ന് പറഞ്ഞു. അപ്പം സുധീഷ് നൂഡിൽസ് ഉണ്ട് കേട്ടോ, നൂഡിൽസ് എടുത്തിട്ട് പറഞ്ഞു, നിധി ഇത് ഇഷ്ടമല്ല, ഇതെടുത്താലോ, ഇത് നമുക്ക് എല്ലാവർക്കും കഴിക്കാൻ പറ്റില്ലേ? അപ്പോഴേക്കും നിധി പറഞ്ഞു വേണ്ട അതൊന്നും എടുക്കണ്ടെന്ന് പറഞ്ഞിട്ട് സുധീഷ് ഇരുന്നിടത്തേനെ വെച്ചു കേട്ടോ. അപ്പോൾ ഒരു പെൺകുട്ടി വന്നിട്ട് ക്യാഷ് നട്ട് ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് നോക്കി ഇങ്ങനെ നിൽക്കുകയായിരുന്നു. അപ്പോൾ സുധീഷ് ഇവിടെ നിന്ന് എന്തായിരുന്നു? അതെ ക്യാഷ് നട്ട് എവിടെ ഇരിക്കണേന്ന് അറിയാമോ? ആ ഞാൻ ഇവിടെ എവിടെയോ കണ്ടല്ലോ, ആ ദേ ഇവിടെ ഉണ്ട്, എന്തോരാ 500 kg 200 kg? അപ്പോൾ പറഞ്ഞു അല്ല എനിക്ക് 100 മതി, 100 ഗ്രാം മതി എന്ന് പറഞ്ഞു കേട്ടോ. ആ ശരി. അങ്ങനെ ആ സുധീഷ് എടുത്ത് കൊടുക്കണം. അപ്പം നിധി ഇത് നോക്കണ്, നിധി തുറിപ്പിച്ചൊരു നോട്ടം. സുധീഷ് അപ്പം തന്നെ ട്രോളിയും കൊണ്ട് വന്ന്, അല്ല ഒരു സാമൂഹ്യ സേവനം ചെയ്തതാ ഞാൻ, ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ സാധനങ്ങളൊക്കെ എടുക്കുകയാണ്. അപ്പോൾ സുധീഷ് അവിടെ നിന്നുകൊണ്ട് നിധി കഴിഞ്ഞില്ലേ, അതിനിപ്പോൾ ഇങ്ങോട്ട് വന്നേ ഇല്ലേ ഉള്ളൂ സുധീഷ്, സാധനങ്ങൾ എടുക്കണ്ടേ, എനിക്ക് കുറച്ച് പാത്രങ്ങളും കൂടെ വാങ്ങണം, ഞാൻ ആ സെക്ഷനിൽ പോയി പാത്രങ്ങളൊക്കെ എടുക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മുടെ നിധി പോയി പാത്രങ്ങളൊക്കെ എടുത്ത് ഒരുവിധ സാധനങ്ങളൊക്കെ എടുത്ത് കൊണ്ടുവരികയാണ്. അപ്പോഴേക്കും സുധീഷ് ഓർക്കണം, ഇവക്ക് എന്താ ദേഷ്യം ഇത്ര, വെളിയിലിറങ്ങിയ ഞാൻ സുധീഷിൻ്റെ ഭാര്യ, എന്നാലോ എൻ്റെ അടുത്തൊരു സ്നേഹമില്ല, ചാടി കടിക്കാനും നിൽക്കും, എന്തൊരു സാധനം എന്നിങ്ങനെ സുധീഷ് പറയണു. ഒരു പിടുത്തം കിട്ടാത്ത ക്യാരക്ടർ എന്നൊക്കെ ഇങ്ങനെ മനസ്സിലോർത്ത് നിൽക്കാനുണ്ടോ. അങ്ങനെ സാധനങ്ങളൊക്കെ എടുത്ത് ബില്ലിംഗ് സെക്ഷനിൽ എത്തിക്കഴിഞ്ഞിട്ടോ. അപ്പോൾ സുധീഷ് അവിടെ തന്നെ ട്രോളി ഉരുട്ടിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പം നിധി ചോദിച്ചു, അതെ സുധീഷിന് എന്താ വേണ്ടേ? എനിക്കൊന്നും വേണ്ടാന്ന് പറഞ്ഞു. അങ്ങനെ സുധീഷ് പറഞ്ഞു ബില്ലായോ എന്ന് ചോദിച്ചാൽ ആ ബില്ലായോ. അപ്പോൾ സുധീഷ് പേഴ്സിൽ നിന്ന് പൈസ എടുക്കുകയാണ്. അപ്പം നിധി പറഞ്ഞു വേണ്ട ഞാൻ കൊടുത്തോളാം. ഞാൻ കൊടുത്തോളാം നിധി, എൻ്റെ കയ്യിൽ പൈസ ഉണ്ട്, വേണ്ടാന്നേ, എൻ്റെ വീട്ടിലേക്കും കൂടെ ആയിട്ടല്ലേ ഞാൻ സാലറി കിട്ടിയിട്ട് ഞാൻ വാങ്ങാമെന്ന് കരുതിയിരുന്നതല്ലേ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ സുധീഷ് പറഞ്ഞു, ഓ എന്നാലും ഒരുപാട് സാധനങ്ങളായല്ലോ നിധി എന്നൊക്കെ പറഞ്ഞു. ആ അതെ ഇതൊക്കെ എൻ്റെ അടുത്ത് ലിസ്റ്റ് തന്നിരുന്നെങ്കിൽ ഞാൻ മേടിച്ചെന്നേലോ. അപ്പം നിധി ഒന്ന് നോക്കിയിട്ട് പറഞ്ഞു, അതെ ഇത്രയും നാൾ ആ വീട്ടിലല്ലായിരുന്നോ താമസിച്ചിരുന്നത്, അപ്പോഴൊന്നും അറിഞ്ഞില്ലല്ലേ വീട്ടിലത്തേക്ക് വേണമെന്ന്, ചപ്പിച്ചളിങ്ങി എല്ലാം വൃത്തികേടായ പാത്രങ്ങളാണ്. ഇനിയിപ്പോൾ ഒരു പുതിയ പെൺകുട്ടിയും കൂടെ വരാം, ആ കുട്ടി വലിയ വീട്ടിലെ കുട്ടിയാണ്, എന്നെപ്പോലെ അഡ്ജസ്റ്റ് ചെയ്യണമെന്നുണ്ടോ? ഇത്രയും നാൾ തോന്നിയില്ല, ഇനി ഇപ്പോഴാണ് ഞാൻ മേടിച്ചോളാം എന്ന് പറയണത്, മാറിയിരിക്കാം അങ്ങോട്ട്. എന്നിട്ട് നിധി പൈസ എടുക്കണം. സുധീഷിന് ചിരി വന്നിട്ട് പാടില്ല കേട്ടോ. അങ്ങനെ നിധി പേയ്മെൻ്റ് ഒക്കെ നടത്തിയിട്ട് അവർ സാധനങ്ങളുമായിട്ട് നേരെ കാറിലോട്ട് വരികയാണ്. അങ്ങനെ കാറിലെല്ലാം എടുത്ത് പതിയെ വെക്കുകയാണ്. സുധീഷ് പറഞ്ഞു, ഇത് അത്യാവശ്യം കുറേ സാധനം ഉണ്ടല്ലോ നിധി, ആ ഇരിക്കട്ടെ നീ, നമ്മുടെ വീട്ടിലത്തേക്ക് കുറേ വേണ്ടാത്ത പാത്രങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ എടുത്ത് മാറ്റി എല്ലാം നല്ല അടിപൊളിയാക്കി സെറ്റാക്കി എടുക്കണമെന്ന് ഇങ്ങനെ പറയണം. അങ്ങനെ അത് കഴിഞ്ഞിട്ട് പിന്നീട് കാണിക്കുന്നത് രണ്ടുപേരും കൂടെ കാറിൽ കയറണം. ആ സമയത്ത് നിധി പറയണു, സുഭാഷ് ഏട്ടൻ്റെ കാര്യം ഓർത്തിട്ട് എനിക്കൊരു സമാധാനമില്ല. അപ്പം നമ്മുടെ സുധീഷും പറയണു, അതെ ഈ കല്യാണമൊക്കെ എന്തായി തീരുമെന്നൊന്നും അറിയില്ല, ഈ ഒരു പെണ്ണ് വന്നു കഴിഞ്ഞാൽ സുഭാഷ് ഏട്ടൻ്റെ ജീവിതത്തിൽ നല്ല
നല്ലതാണോ ചീത്തയാണോ ഒരു പിടുത്തവും കിട്ടില്ല. അപ്പം നിധി പറഞ്ഞു എന്താണെങ്കിലും സുധീഷേ എത്രയും പെട്ടെന്ന് തന്നെ ആ പെണ്ണിൻ്റെ വീട്, ജയന്തി എന്ന് പറഞ്ഞാൽ അവരുടെ വീട് പോയി ഒന്ന് തിരക്കി അവരുടെ വീടും പരിസരം എങ്ങനെയൊക്കെയാണ്, ആൾക്കാരൊക്കെ എങ്ങനെയുള്ളതാണ്, ഒരു മര്യാദയും കാര്യങ്ങളൊക്കെ ഉള്ളവരാണോ എന്നൊക്കെ ഉള്ളത് ഒന്ന് തിരക്കി വെക്കണമെന്ന് പറയണം. അങ്ങനെ അത് കേട്ടപ്പോൾ സുധീഷ് പറഞ്ഞു എന്തായാലും പോവാൻ നിധി എന്ന് പറഞ്ഞ് അവർ വീട്ടിലെത്തേണ്. ഈ സമയം ഹരീഷൊക്കെ അവിടെ ഉണ്ട് കേട്ടോ. ആ സമയം സുധീഷ് സാധനങ്ങളൊക്കെ കടന്നിറക്കുമ്പോൾ സുഭാഷ് ഓടി വരേണ്. സുഭാഷ് വന്നിട്ട് ചോദിച്ചു അല്ല മോള് ഇതെന്താ ഇത്രയും സാധനങ്ങളൊക്കെ, വീട്ടിലെത്തേക്ക് കുറച്ച് പാത്രങ്ങളൊക്കെ മേടിച്ചേ സുഭാഷ് ചേട്ടാ, എന്നാൽ ഇത്രയും വേണമായിരുന്നു മോളെ, അത് ഇരുന്നോട്ടെ എന്നൊക്കെ ഇങ്ങനെ പറയണം കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞ് ഹരീഷും നികേഷും എല്ലാവരും കൂടെ ചേർന്നിട്ട് സാധനങ്ങളൊക്കെ എടുത്ത് വെക്കുകയാണ്. അപ്പോൾ ഈ സമയത്ത് ഹരീഷും കൂടെ ചേർന്നിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് ഹരീഷിൻ്റെ ഫോണിലോട്ട് നമ്മുടെ നീതു വിളിക്കുകയാണ്. നീ എന്നോട് വഴക്കിട്ട് വെച്ചു അല്ലേ? അപ്പോൾ ഹരീഷ് പറഞ്ഞതേ വഴക്കടിക്കാനാണെങ്കിൽ നീ എന്നെ വിളിക്കണ്ട, എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞു. നീതു പറഞ്ഞു എനിക്കറിയാം നിനക്ക് ഇത്രയൊക്കെ ഉള്ളൂ എന്നുള്ളത്. അങ്ങനെ വീണ്ടും ഫോണിൽ കൂടെ സംസാരിച്ച് കഴിഞ്ഞിട്ട് നീതു വീണ്ടും അടുത്ത് എന്നോട് സോറി പറഞ്ഞാൽ മാത്രമേ ഞാൻ ഇതിനൊക്കെ ക്ഷമിക്കുള്ളൂ എന്ന് പറഞ്ഞു. എനിക്ക് പറ്റില്ല, ഞാൻ സോറി പറയാനാണെങ്കിൽ നീ പിന്നെ എൻ്റെ അടുത്ത് മിണ്ടണ്ടെന്ന് പറഞ്ഞിട്ട് ഹരീഷും കിടന്ന് ചൂടാവുകയാണ്. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടുപേരും വഴക്കടിച്ച് വെക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ കേട്ടോണ്ട് നിന്ന് അഖിൽ ആദ്യത്തെ കോളും ഈ കോളൊക്കെ കേട്ടോണ്ടിരിക്കുകയല്ലോ. അഖിൽ നേരെ നീതുവിൻ്റെ റൂമിലോട്ട് വന്നു കേട്ടോ. വന്നിട്ട് അഖിൽ ചോദിച്ചു അല്ല നന്നായി, രണ്ടുപേരും നല്ല വഴക്കാണല്ലേ, ഇക്കണക്കിന് പോവേണമെങ്കിൽ ഒരു 2 മാസം കൊണ്ട് തന്നെ എല്ലാം പിരിഞ്ഞോളും. അപ്പം നീതു പറഞ്ഞു നീ നിൻ്റെ കാര്യം നോക്കിയാൽ മതി, എൻ്റെ ഹരീഷിൻ്റെ കാര്യം നീ തിരക്കാൻ പറയണ്ട. എടി നീ എവിടെ വരെ പോകുമെന്ന് എനിക്കറിയണം, നീ പോയാലും എത്രത്തോളം പോകുമെന്നും എനിക്കറിയണമെന്ന് പറഞ്ഞിട്ട് അഖിൽ കിടന്ന് ചൂടാവേന കേട്ടോ. അപ്പം നീതുവിന് ദേഷ്യം വന്നിട്ട് അഖിലിനെ പിടിച്ച് നീ ഇറങ്ങി പോടാന്ന് പറഞ്ഞ് റൂമൊക്കെ അടച്ച് അകത്തിരുന്ന് കരയാൻ കേട്ടോ. നീതുവിന് പെട്ടെന്ന് ദേഷ്യം വരുന്ന ഒരു ക്യാരക്ടറാണ്. ഹരീഷ് ആയതുകൊണ്ട് ഇത്ര ക്ഷമിച്ച് നിൽക്കണു എന്നുള്ളതേ ഉള്ളൂ കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ പാത്രങ്ങളൊക്കെ പതിയെ ഇറക്കി എല്ലാം സെറ്റ് ചെയ്തു, എല്ലാം അടുക്കളയിൽ കൊണ്ടുവയ്ക്കുന്നത്. അപ്പം നമ്മുടെ സുഭാഷിന് ഭയങ്കര സന്തോഷമായിട്ടോ. എന്നാലും മോളെ പൈസ കളയണ്ടായിരുന്നു ഇത്രേ, ഒന്ന് സുഭാഷ് ചേട്ടാ, ഈ പൊട്ടിയ പാത്രങ്ങളൊക്കെ കളഞ്ഞിട്ട് നമുക്ക് നല്ല അടിപൊളിയാക്കി നമ്മുടെ കിച്ചൺ എടുക്കണമെന്നൊക്കെ പറയണേ. അങ്ങനെ സാധനങ്ങളൊക്കെ എല്ലാം മാറ്റി നല്ല അടിപൊളിയാക്കി എല്ലാം സെറ്റ് ചെയ്ത് റെഡിയാക്കുകയാണ്. അപ്പോൾ സുധീഷ് ഓരോ പാത്രങ്ങളായിട്ട് ഷെൽഫിലെടുത്ത് വെക്കാനായിട്ട് പോകുമ്പോൾ നിധി പറഞ്ഞു അയ്യോ കഴുകാണ്ട് വെക്കല്ലേ സുധീഷ്. ആണോ, എന്നാൽ എല്ലാം കഴുകാം. എന്നാൽ ഇത്രയും പാത്രം അങ്ങോട്ട് കഴിക്കുമെന്ന് പറഞ്ഞു. സുധീഷ് പറഞ്ഞു ഞാനോ? അപ്പോൾ സുഭാഷ് പറഞ്ഞു മാറ്, ഞാൻ കഴുകിക്കോളാം നമ്മളെ, അവൻ ഇത്രയും പാത്രം അവൻ കഴുകില്ല. സുധീഷ് ചെയ്തോളും, സുഭാഷായിട്ട് അങ്ങോട്ട് മാറിക്കുക. അങ്ങനെ സുധീഷ് നിന്ന് കഴുകിയാണ്. ആ സമയത്ത് നമ്മുടെ നിധി ഒരു ചോക്ലേറ്റ് വലുതെടുക്കുകയാണ് കേട്ടോ. എടുത്തിട്ട് നികേഷിനെ വിളിക്കണം. നികേഷേ ഈ ചോക്ലേറ്റ് നിനക്കായിട്ട് വാങ്ങിയതാ, നീ കഴിച്ചോടാന്ന് പറഞ്ഞു. താങ്ക് യു നിധി ഏട്ടത്തി എന്ന് പറഞ്ഞ് നികേഷ് അത് മേടിച്ചുകൊണ്ട് പോവാണ്. അന്നേരം നമ്മുടെ സുധീഷ് പണി ചെയ്യാൻ ഞാനും ചോക്ലേറ്റൊക്കെ അവനും എന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാം കഴിഞ്ഞ് നിധി പാത്രം എല്ലാം വാഷ് ചെയ്തിട്ടുണ്ട്. അപ്പം നിധി ഒരു ടവലെടുത്ത് കൊടുക്കണം. കൈ തുടയ്ക്കാൻ ഒരു ടവലെങ്കിലും തന്നല്ലോ, താങ്ക് യു നിധി. അതെ കൈ തുടയ്ക്കാനല്ല, ഈ പാത്രങ്ങളൊക്കെ ഇനി തുടച്ചിട്ട് വേണം ഷെൽഫിലോട്ട് എടുത്ത് വെക്കാനെന്ന് പറയണേ. അത് കേട്ടപ്പോഴത്തേക്കും സുധീഷ് എൻ്റെ പൊന്നെ എനിക്കൊരു രക്ഷയില്ല എന്നൊക്കെ പറഞ്ഞ് സുധീഷ് മനസ്സിൽ ഇങ്ങനെ പിറുപിറുക്കുന്ന സീനും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നാളത്തെ കാറ്റത്തെ കിളിക്കൂടിൽ വരാനായിട്ടിരിക്കുന്ന സീനും കാര്യങ്ങളൊക്കെ. അപ്പോൾ എന്തായാലും നമുക്ക് കാത്തിരിക്കാം. നല്ല അടിപൊളി ട്വിസ്റ്റ് വീഡിയോസൊക്കെയാണ് പറഞ്ഞത്. ഇനിയിപ്പം സുഭാഷിൻ്റെയും അതുപോലെ തന്നെ നമ്മുടെ ജയന്തിയുടെയും കല്യാണം നിശ്ചയമെങ്കിൽ അടുത്തു. അപ്പം പോയി തിരക്കാനുള്ള കാര്യങ്ങളൊക്കെ ഇവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് കാത്തിരിക്കാം. ഇനി അത് ഏതെല്ലാം രീതിയിലാണ് ഇവരിനി ജയന്തിയുടെ വീട്ടിലൊക്കെ പോയി തിരക്കുന്നുണ്ടോ എന്നൊക്കെ ഉള്ളത് നമുക്ക് കണ്ടു തന്നെ അറിയാം കേട്ടോ. അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കണ്ട കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ശുഭദിനം പറഞ്ഞു നിർത്തുന്നു. Thank you.